പുതുവർഷ തലേന്ന് കോലം കത്തിച്ച SFIക്കെതിരെ ഗവർണർ. SFI പ്രദർശിപ്പിക്കുന്നത് അവരുടെ യഥാർത്ഥ സംസ്കാരമാണ്. അവർ കണ്ണൂരിൽ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. തൻ്റെ കോലം കത്തിക്കുക മാത്രമാണ് ചെയ്തത്. സ്വന്തം പറമ്പിലെ തെങ്ങിൽ നിന്ന് തേങ്ങയിടാൻ പാർട്ടിയുടെ അനുവാദം ചോദിക്കേണ്ട അവസ്ഥയാണ് കണ്ണൂരിൽ. ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല. SFI എന്തുകൊണ്ടാണ് നാടകം തുടരുന്നത് എന്ന് എനിക്കറിയില്ലെന്നും ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനവും ഗവർണർ ആവർത്തിച്ചു. പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക്. മുഖ്യമന്ത്രിയാണ് പ്രതിഷേധക്കാരെ സ്പോൺസർ ചെയ്യുന്നതും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലാതെ ഇത്തരം പരിപാടികളൊന്നും നടക്കില്ല. കോടതി വിധികളിൽ അവർ അസന്തുഷ്ടരാണ്. സർക്കാർ തന്നെ ലക്ഷ്യം വെക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു. പുതുവർഷത്തലേന്ന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ് ഗവർണറെ പാപ്പാഞ്ഞിയാക്കി SFI കോലം കത്തിച്ചത്. സംഭവത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീ അടക്കം 5 നേതാക്കൾക്കെതിരെയും 20 പ്രവർത്തകർക്കെതിരെയും കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മുഖം പതിപ്പിച്ച 30 അടി ഉയരമുള്ള കൂറ്റൻ കോലമാണ് അന്ന് കത്തിച്ചത്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പാപ്പാഞ്ഞിയുടെ രൂപം കത്തിച്ചുകൊണ്ട് പുതുവർഷത്തെ വരവേൽക്കുന്ന രീതി അനുകരിച്ചാണ് SFI പയ്യാമ്പലത്ത് ഗവർണറുടെ കോലം കത്തിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ SFI വീണ്ടും കരിങ്കൊടി പ്രതിഷേധം നടത്തി. തിരുവനന്തപുരം കണ്ണാശുപത്രിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം. പോലീസ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു.